എറണാകുളം തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3 വയസ്സുകാരുടെ മൃതദേഹം മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തി. 8.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കല്യാണിയുടെ മൃതദേഹം കിട്ടിയത്. കസ്റ്റഡിയിലുള്ള അമ്മ സന്ധ്യയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. തിങ്കളാഴ്ച സന്ധ്യ കഴിഞ്ഞ് 7:30യോടുകൂടിയാണ് പുത്തൻകുരിശിനടുത്ത് മറ്റക്കുഴിയിൽ നിന്ന് അമ്മയ്ക്കൊപ്പം ആലുവയിലേക്ക് യാത്ര പോയ 3 വയസ്സുകാരി കല്യാണിയെ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വന്നത്. ആദ്യഘട്ടത്തിൽ കരുതിയത് കുട്ടി യാത്രക്കിടയിൽ ബസ്സിൽ എവിടെയോ വെച്ച് കുട്ടിയെ കാണാതായി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഇന്നലെ നടന്ന ഒരു സംഭവമാണ്. അംഗൻവാടി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞ് കൊന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ സ്വന്തം വീട്ടിൽ പോയിരുന്നു. കുഞ്ഞെവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ കുഞ്ഞ് പോയി എന്ന് പറയുകയും കുഞ്ഞിനെ കാണാനില്ല എന്ന് കേസ് കൊടുക്കുകയാണ് ചെയ്തത്. ഏറ്റവും അവസാനം വഴിത്തിരിവായി അമ്മ തന്നെയാണ് കുഞ്ഞിനെ കൊന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ മറുപടി ഒന്നുമില്ല. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതായിട്ടില്ല. ഇന്നത്തെ രാവിലത്തെ ന്യൂസിൽ കാണിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ ഭർത്താവിൻ്റെ വീട്ടുകാർ വിഷമിക്കാൻ വേണ്ടിയാണ്, അവരുടെ സങ്കടം കാണാൻ വേണ്ടിയാണ്. കാരണം അവർ കുഞ്ഞിനെ അതുപോലെ സ്നേഹിക്കുന്നതാണ്. അപ്പോൾ കുഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർക്കുണ്ടാകുന്ന സങ്കടം കണ്ട് സന്തോഷിക്കാൻ വേണ്ടി തന്നെയാണ് പുള്ളിക്കാരി ചെയ്തു എന്നാണ് ഇപ്പോൾ പറയുന്ന ന്യൂസിൽ പറയുന്നത്. പക്ഷെ എന്തൊക്കെ ആയിക്കോട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ കുടുംബ വഴക്കുകൾ ഉണ്ടായാലും, ഇതിപ്പോൾ അമ്മായിയമ്മ പോരും അതുപോലെ തന്നെ ഭർത്താവും ഭാര്യയും തമ്മിലും ഒക്കെ വഴക്കുകൾ ഉണ്ടാകാത്ത വീടുകളൊന്നുമില്ല. ചുരുക്കം ചില വീടുകൾ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ എല്ലാ വീട്ടുകളിലും ചെറിയ ചെറിയ വഴക്കുകളും വലിയ വഴക്കുകളും ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ പിരിഞ്ഞ് സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കാനുള്ള നിയമവും നമ്മുടെ ഇന്ത്യയിലല്ല എല്ലാ രാജ്യങ്ങളും ഉണ്ട്. സെപ്പറേറ്റഡ് ആവാനുള്ള നിയമമുണ്ട്. അപ്പൊ പിന്നെ അത് നോക്കുക. അല്ലാതെ ഒരു കാര്യവുമില്ല. നമ്മൾ നൊന്ത് പ്രസവിച്ച ഇവിടേക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റും? ഒരിക്കലും അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല. കുഞ്ഞിന്റെ അമ്മ തന്നെ ആ വാക്ക് പോലും ഉച്ചരിക്കരുത് നമ്മൾ. കാരണം അവളെ അമ്മ എന്ന പേര് വിളിക്കാൻ പറ്റില്ല. എന്തൊക്കെ ദ്രോഹങ്ങളാണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം കുഞ്ഞിനെ ആ പുഴയിലേക്ക് എടുത്ത് വലിച്ചെറിയുമ്പോൾ ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കി. അത് മരിച്ചു പോയെങ്കിൽ പോലും അതിന്റെ അമ്മ എന്ന് തന്നെയല്ലേ അവസാനവും ആ കൊച്ചു വിളിച്ചുകൊണ്ട് പോയത്. അമ്മ എന്നെ രക്ഷിക്കുന്നത് തന്നെയായിരിക്കും ആ പാവം പറഞ്ഞത്. അംഗൻവാടിയിൽ നിന്ന് എൻ്റെ അമ്മ വന്നു എന്ന് പറഞ്ഞ സന്തോഷത്തോടെ അത് പുഞ്ചിരിച്ചായിരിക്കും അത് ഇറങ്ങിച്ചേർന്നത്. പക്ഷെ അതിന്റെ അവസാന നാളിലേക്കുള്ള പോക്ക എന്ന് പോലും അതിന് മനസ്സിൽ പോലും തോന്നാനുള്ള ഒരു അവസരം. അതുപോലെ അത് പിഞ്ചു കുഞ്ഞാണ്. എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കേസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം നമ്മുടെ നിയമങ്ങളാണ്. അത്രയ്ക്കും സുരക്ഷിതമാണ് നമ്മുടെ നിയമങ്ങൾ. എന്താണ്? കുറ്റവാളികളെ സുരക്ഷിതമാക്കുന്ന നിയമമാണ് നമ്മുടെ കേരളത്തിലേത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ കുഞ്ഞുങ്ങളെ കൊന്ന്, അതും പിഞ്ചു കുഞ്ഞുങ്ങളെ കിണറ്റിലെറിഞ്ഞും അല്ലാതെയും എല്ലാം കൊല്ലുന്ന ഒരുപാട് ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? കാരണം ഇവർ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ജോലി ചെയ്യേണ്ട, ഒരു കാര്യങ്ങളും ചെയ്യേണ്ട, സുരക്ഷിതമായി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാ രീതിയിലുള്ള സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവരെ ജീവിതം അങ്ങോട്ട് ആസ്വദിച്ച് ജീവിക്കുകയാണെന്ന് ഈ പുറത്തുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇത്രയൊക്കെ അല്ലേ സ്വന്തം കുഞ്ഞിനെ കൊന്നാൽ ഇത്രയൊക്കെ വരത്തുള്ളെന്ന് ആ തള്ളയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അവരിത്. ഇപ്പൊ സന്ധ്യ എന്ന പേര് ഉള്ള ഒരു അമ്മ വന്നു. ഇനി കുറച്ച് ഈ ന്യൂസ് ഒന്ന് മറഞ്ഞു പോകുന്നതിന് മുന്നേ അടുത്ത ആളും ഇതുപോലെ രംഗത്തെത്തിരിക്കും. കാരണം നമ്മുടെ നിയമം ഇവരെയൊക്കെ നല്ല സുരക്ഷിതമായിട്ടാണ് ഭക്ഷണം കൊടുത്ത് ഊട്ടി വളർത്തുകയാണ്. അപ്പം അടുത്ത ആളും ഇതേപോലെ തന്നെ വരിക തന്നെ ചെയ്യും കേട്ടോ. അതിലൊരു സംശയവുമില്ല. പിന്നെ അവളുടെ കാര്യത്തിൽ നമുക്ക് പിന്നെ അവള് മിണ്ടാപ്പൂച്ചയാണ്. അധികം സംസാരിക്കുന്ന, വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒന്നും അധികം സംസാരിക്കുന്ന ആളല്ല. ഈ സത്യം പറഞ്ഞ ഈ മിണ്ടാപ്പൂച്ചകളെ പോലെ ഇരിക്കുന്ന ആൾക്കാരെയാണ് പ്രത്യേകം സൂക്ഷിക്കേണ്ടത്. അവർ പെട്ടെന്നാണ് വയലന്റ് ആവുന്നത്. അവരിങ്ങനെ മിണ്ടാതെ ഇരുന്ന് അവർ കാട്ടിക്കൂട്ടുന്ന കാര്യം എന്താ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ഈ വാദോരതി സംസാരിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇതുമില്ലെന്നാണ് പറയുന്നത്. അത് കാരണം പിന്നെ ഇനി പറഞ്ഞുണ്ടാക്കാൻ പോകുന്ന കാര്യം എന്താണ്? അവർക്ക് മാനസിക പ്രശ്നമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കും. പക്ഷെ ഭർത്താവ് തന്നെ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അമ്മ എന്താ പറഞ്ഞത്? ഇവിടേക്ക് കൊണ്ടുവരുന്നു പറഞ്ഞിട്ടാണോ മോളെ അവിടെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത്? എന്നിട്ട് ഇവിടെ വന്നിട്ട് സന്ധ്യ എന്താ അമ്മോട് പറഞ്ഞു? ഇവിടെ വന്നിട്ട് ഒരു കുസലും കാണിച്ചില്ല. ചോദിച്ചോ മോളെ എവിടെ? മോളെ കൂട്ടിക്കൊണ്ടുവല്ലേ പോയത്? എവിടെ മോളെന്ന് ചോദിച്ചോ? ചോദിക്കണ്ട്. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയിന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിത് എന്താണ് അപ്പൊ ഇങ്ങനെ പോയിന്ന് പറയണ. അപ്പൊ എന്റെ മൂത്ത മോള് കൂടി ഉണ്ടായിരുന്നു. നീ കാര്യം പറ, കൊച്ചെവിടെയെന്ന് പറ, കൊച്ചെവിടെയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തോ പറയൂല. സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഹസ്ബൻഡായിട്ട് പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ടോ? തല്ലും വഴക്കൊക്കെ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്.
ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഈ റിപ്പോർട്ടേഴ്സ് പോയി ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊക്കെ ഒരുപാട് വീഡിയോസ്. അതിൻ്റെ അകത്തെല്ലാം ആ വീട്ടിലെ കുഞ്ഞ് തന്നെയാണോ മരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ തോന്നും. കാരണം ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ തന്നെ കരഞ്ഞു. പക്ഷെ ആ വീട്ടിലുള്ളവരുടെ കണ്ണിൽ കൂടെ കണ്ണീര് പോലും വരുന്നില്ല. ആ അച്ഛൻ വിഷമിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിലും ഉപരി അച്ഛനാണെങ്കിലും അതുപോലെ തന്നെ അവളുടെ അമ്മ എന്ന് അവകാശപ്പെടുന്ന അമ്മയാണെങ്കിലും സത്യം പറഞ്ഞാൽ അച്ഛമ്മമാരെന്ന് പറഞ്ഞാൽ കൊച്ചുമക്കളെന്ന് പറഞ്ഞാൽ മരിക്കും, അതുപോലെ സ്നേഹമാണ്. പക്ഷെ അവരൊക്കെ തമ്മിൽ വാഗ്വാദങ്ങൾ നടത്തി ജയിക്കാനാണ് നോക്കുന്നത്. കാരണം എന്താണ്, അവരെല്ലാം അവരുടെ പക്ഷം ന്യായീകരിച്ച് സെറ്റിൽഡ് ആക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവര് കുഞ്ഞിനെ കുറിച്ച് ഒരു നല്ല വാക്കോ അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ട് ഒരു വർത്താനോ കരച്ചിലോ ഒന്നും അവരുടെ ഭാഗത്തുനിന്നില്ല. പിന്നെ ഒരു വിധത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ സ്വന്തം പെറ്റ തള്ളക്കില്ലാത്ത സങ്കടം ഇവർക്കൊക്കെ എന്തിനാണ് എന്ന് തന്നെ നമുക്ക് ആലോചിക്കാം കേട്ടോ. സ്വന്തം പെറ്റ തള്ളക്കില്ലാത്ത സങ്കടമൊന്നും ഇവർക്ക് ആർക്കും വരാൻ പോകുന്നില്ല. പിന്നെ ഈ നമ്മൾ ഓരോ കമന്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇടുന്നുണ്ട്, ഇവിടെ അമ്മേന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെ സത്യമാണ്, ഇവിടെ ഒരിക്കലും അമ്മേന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം നമ്മൾക്കും കുഞ്ഞുങ്ങളുള്ളതാണ്. ഒന്ന് അടിച്ചാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. അവരൊന്ന് രാത്രി കിടന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ അടിച്ചല്ലോ എന്നോർത്ത് നമ്മൾ അവരുടെ കൂടെ പോയി ഇരുന്ന് കരയുന്ന അമ്മമാരാണ്. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ. പക്ഷേ ഇവളൊക്കെ എന്തൊരു അമ്മയാണ്, നമുക്ക് അമ്മ എന്ന പേര് പോലും പറയാൻ പറ്റത്തില്ല. എനിക്കിതിനെക്കുറിച്ച് ഇത്രയും കാര്യമെങ്കിലും വന്ന് പറയണം എന്ന് തോന്നി. കാരണം ഇവളെ പോലെ ഉളുപ്പില്ലാത്ത കുറേ സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട്. അവർ പോയി ഇനി സുരക്ഷിതമായി ജീവിക്കാൻ പോവല്ലേ. അപ്പോൾ ഇവർക്കൊന്നും ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അത് തന്നെയാണ് നമ്മുടെ നിയമം കൂടുതൽ ഇതാക്കിയില്ലെങ്കിൽ ഇതുപോലെയുള്ള കുഞ്ഞു മക്കളെ സഹിതം ഒരുപാട് പേരുടെ ജീവൻ ഇനിയും പൊലിയാൻ ബാക്കിയായിരിക്കും. ദൈവത്തെ ഓർത്ത് നമ്മുടെ നിയമത്തിൽ എന്തെങ്കിലും കർശന നിയമങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇത് ദൈവത്തെ ഓർത്ത് അവളെ ന്യായീകരിച്ച് നിങ്ങൾ ഒരാൾ പോലും സംസാരിക്കരുത്. കാരണം എത്രയൊക്കെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായാലും സ്വന്തം മക്കളെ കൊന്നല്ല അത് തീർക്കേണ്ടത്. അത് ഒരു അമ്മയ്ക്കും സാധിക്കുന്ന കാര്യമല്ല. ഇവളെ ഒരു അമ്മ എന്ന് വിളിക്കരുത്. അവളുടെ അമ്മയാണ് കൊന്ന എന്ന വർത്താനം പോലും പറയരുത്. ഈ വേറൊരു സ്ത്രീ എന്ന രീതിയിൽ സംസാരിക്കുക. അത് തന്നെയാണ് ഇതിനുള്ള ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇന്നല്ല ഇതിന് മുന്നേയും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇവർക്ക് എന്തെങ്കിലും ഒരു കെയർ കൊടുക്കാമായിരുന്നു. കാരണം മൂത്ത മകൻ കാശി എന്ന് പറയുന്ന ആ കുഞ്ഞ് പറയുന്നുണ്ട്, എൻ്റെ തലയിൽ ടോർച്ച് വെച്ച് അടിച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അതുപോലെ തന്നെ ഐസ്ക്രീമിൽ വിഷം കലർത്തിയിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ തന്നിരുന്നു, തട്ടിക്കളഞ്ഞു എന്നൊക്കെ കുഞ്ഞ് തന്നെ പറയുന്നത്. ആ കുഞ്ഞ് പറയുമ്പോൾ അത് ഒരിക്കലും കള്ളമായിരിക്കില്ല. ആ കുഞ്ഞ് പറയുന്നുണ്ട്. അപ്പം ഇത്രയും പ്രശ്നങ്ങൾ അവൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവളുടെ കൂടെ കുഞ്ഞുങ്ങളെ വിടാതിരിക്കുക, ഇവർക്ക് തന്നെ നോക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇനി നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആ കുഞ്ഞു ജീവൻ പോയി. ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപാനിയായ അച്ഛനും അതുപോലെ തന്നെ മാനസിക രോഗിയായ അമ്മയും കാരണം നഷ്ടമായത് ഒരു കുഞ്ഞു ജീവനാണ് നഷ്ടപ്പെട്ടു പോയത്. ഇനിയെങ്കിലും നമ്മുടെ പേരൻസ് ആണെങ്കിലും ചിന്തിക്കുക, എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അത് കുഞ്ഞിന്റെ മുകളിൽ തീർക്കാതിരിക്കുക. കാരണം അവരുടെ കുടുംബം സന്തോഷിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അവളത് ചെയ്തത് എന്ന് പറയുന്നു. ദൈവത്തെ ഓർത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. എനിക്ക് അത്രയോ പറയാനുള്ളൂ. കൂടുതലൊന്നും ഇതിനെ